ഈ ദിക്ർ ചൊല്ലി ഒരൊറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സ്വഹാബി. ഏത് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ആ സ്വഹാബി ഇത്രയും വലിയ പണക്കാരനായത്? നിങ്ങളുടെ പ്രയാസം ഏതാണോ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുന്ന ദിക്ർ. നിങ്ങൾ വിവാഹം ശരിയാകാത്തവരാണോ? വിവാഹം ശരിയാകും. കടമുള്ളവരാണോ? കടം വീണും. നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരാൻ കഴിവുള്ള വളരെ പ്രധാനപ്പെട്ട ദിക്ർ ഏതാണ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ നമുക്ക് വലിയ ഫലം തരുന്ന ദിക്ർ ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ. ആ ദിക്റിൻ്റെ കുറച്ചു നേട്ടവും ആ ദിക്ർ ചൊല്ലിയിട്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സ്വഹാബിയുടെ ചരിത്രം എങ്ങനെയാണ് ആ സ്വഹാബി മദീനയിലെ ഒരൊറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയത് എന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന. ഈ ദിക്ർ അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഈ ദിക്ർ ഏതാണെന്ന് പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ളതാണ് ദിക്ർ. അപ്പോൾ നാം എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ദിക്ർ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം ഒരു ദിവസം ചൊല്ലാൻ കഴിയുമോ അത്രയും എണ്ണം നാം ഈ ദിക്ർ ചൊല്ലണം. എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹൗഖലത്തു 99 ദാഅ, 99 രോഗങ്ങൾക്ക് മരുന്നാണ് ഹൗഖലത്ത് എന്ന് പറയുന്നത്. ഹൗഖലത്ത് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റാണ്. ഈ ദിക്ർ 99 രോഗങ്ങൾക്ക് ശമനമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്ർ ഒന്ന് പതിവാക്കിക്കൂടെ? 99 രോഗം. ഏതൊക്കെ രോഗങ്ങളാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല എങ്കിലും 99 രോഗമെന്ന് പറയുമ്പോൾ വളരെ ചെറിയതൊന്നുമല്ല. അത് അത്രയും രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. ആത്മാർത്ഥമായി നാം ചൊല്ലിയാൽ നമുക്ക് ഫലം ലഭിക്കും, തീർച്ചയാണ്. ആ ദിക്റിൻ്റെ മറ്റു 5 മഹത്വങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന്, മിഫ്താഹുർ റിസ്ഖ്, ഭക്ഷണത്തിൻ്റെ താക്കോൽ, റിസ്ഖിൻ്റെ താക്കോലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ്. റിസ്ഖ് എന്നുള്ളതിൽ മഹാന്മാർ പല അർത്ഥവും വെച്ചിട്ടുണ്ട്. ഭക്ഷണം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ റിസ്ഖിൽ പെടുമെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഭക്ഷണത്തിനേക്ക് നമുക്ക് ഈ ദിക്ർ പതിവാക്കുന്നവനിക്ക് ഭക്ഷണത്തിനേക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, മിഫ്താഹു ഷിഫാ, ഷിഫയുടെ താക്കോലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ 99 രോഗങ്ങൾക്ക് ശമനമാണ് ഹൗഖലത്ത് എന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ രോഗങ്ങൾക്കുള്ള ശമനമാണ്. മൂന്നാമത്തത്, മിഫ്താഹു സിവാജ്, വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കുള്ള ഒരു താക്കോലാണ് ഈ ദിക്ർ.
വിവാഹം ശരിയാവാത്ത പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണിത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ ദിക്റിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ വിവാഹം മുടങ്ങി നിൽക്കുന്ന പുരുഷനിക്കും സ്ത്രീക്കുമൊക്കെ നിങ്ങളുടെ വിവാഹം ശരിയാവണം, നല്ലൊരു ഇണയെ കിട്ടണമെന്ന ചിന്തയോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന ഇണയെ നിങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരും. അഞ്ചാമത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു മിഫ്താഹുൽ ഹംല്, ഗർഭിണികൾക്ക് ഈ ദിക്ർ ഒരു താക്കോലാണ്. സുഖപ്രസവം ലഭിക്കാൻ ഗർഭത്തിലുള്ള ശിശുവിനും ഉമ്മാക്കും യാതൊരു പ്രയാസവുമില്ലാതെ നല്ല സുഖപ്രസവം ലഭിക്കാൻ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ ഈ ദിക്ർ ഗർഭിണികൾ പതിവാക്കി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖപ്രസവത്തിനിക്ക് ഇത് കാരണമാകും. ഇനി എങ്ങനെയാണ് ഒരു സ്വഹാബി ഒറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായെന്നറിയണ്ടേ? ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ആണ് ഒരൊറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സ്വഹാബി. ഇശാ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മകൻ നാഫിഇനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നബിയെ. എൻ്റെ ഭാര്യ വളരെ സങ്കടത്തിലാണ്, കരയുകയാണ്. എനിക്കാകെ ആ നാഫി എന്ന് പറയുന്ന മകൻ മാത്രമാണുള്ളത് നബിയെ. അവനെ തിരിച്ചു കിട്ടാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് മുത്തുനബിയുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടുന്ന് പറയുമ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, മോനെ, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റിനെ നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നവിടുന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, മുത്തുനബി ഈ ദിക്ർ നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും വുളു എടുത്തു വന്ന് രാത്രി അങ്ങ് ചൊല്ലാനിരിക്കുകയാണ്. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി അവിടുന്ന് സുബ്ഹിയുടെ ബാങ്ക്, ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ അതാ അവിടുന്ന് ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നത് വരെ അവർ ചൊല്ലുകയാണ്. ഈ സമയത്ത് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയ നാഫി എന്ന് പറയുന്ന പൊന്നാര മകൻ അവിടുന്ന് അതാ ശത്രുക്കൾ രാത്രി ഉണർന്നു നോക്കുമ്പോൾ ശത്രുക്കളെല്ലാം മദ്യപിച്ച് മദ്യലഹരിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് മെല്ലെ ഇറങ്ങിപ്പോരുന്നു. കുറച്ചു ദൂരം വന്നപ്പോൾ, എന്തിനാണ് ഞാൻ പേടിച്ച് ഓടുന്നത്? എന്നെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയതല്ലേ, എനിക്ക് അള്ളാഹു കാവലുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ച് നാഫി റളിയല്ലാഹു അൻഹു വീണ്ടും ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് ചെന്നുകൊണ്ട് മദ്യലഹരിയിലുണ്ടായിരുന്ന ആ ശത്രുക്കളെ എല്ലാവരെയും അടിച്ച് വീഴ്ത്തിയിട്ട് 400 ആടുകളും 100 കുതിരയുമായി നാഫി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങുകയാണ്. മദീനയിലേക്ക് നാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ശത്രുക്കളെയൊക്കെ അടിച്ചു വീഴ്ത്തി ആ ഗനീമത്ത് സ്വത്തുമായി മദീനയിലേക്ക് വരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു സുബ്ഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇനി നമുക്ക് നിർത്താം, ഞാൻ മുത്തുനബിയുടെ അരികിൽ പോയി മദീനത്തെ പള്ളിയിൽ പോയി സുബ്ഹി നിസ്കരിച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലങ്ങ് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ തൻ്റെ പൊന്നാരപ്പെട്ട മകൻ നാഫി വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ടവർ ചെന്ന് കുട്ടിയെ പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് അവിടുന്ന് നോക്കുന്ന സമയത്ത് അതാ തൻ്റെ വീടും പരിസരവുമൊക്കെ ആടുകളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു നാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് മുത്തുനബിയെ കണ്ടുകൊണ്ട് നബിയോട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എൻ്റെ മകൻ നാഫി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മകൻ നാഫി തിരിച്ചു വന്നപ്പോൾ വെറും കൈയോടെയല്ല തിരിച്ചു വന്നത് നബിയെ. അവിടെ നിന്ന് 400 ആടുകളും 100 കുതിരയുമായിട്ടാണ് നാഫി വന്നത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ
അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ സമ്പത്ത് എനിക്ക് ഹലാലാകുമോ നബിയേ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ കൊണ്ടുവരുന്ന സമ്പത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് നാം ഒരു വേള ചിന്തിക്കണേ. പ്രിയപ്പെട്ട ഉപ്പമാരെ, ശരിക്കും ശ്രദ്ധിക്കണേ നമ്മുടെ മക്കളെ. അങ്ങനെ നാഫി റളിയല്ലാഹു അൻഹുവിന് കൊണ്ടുവന്ന സമ്പത്ത് ഹലാലാണോ എന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മുത്തുനബി പറയുന്നത്, നാഫി ഒറ്റയ്ക്ക് ശത്രുക്കളോട് പടവെട്ടിയിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് ഈ സ്വത്ത് കൊണ്ടുവരുന്നത്. അവരിൽ നിന്ന് പിടിച്ചടക്കിയ ഗനീമത്ത് സ്വത്തായിട്ടാണ് നാഫി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ട സമ്പത്താണ്, ഒരാൾക്കും ഇതിൽ ഓരിവെക്കാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പൂർണ്ണമായും ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി അവിടുന്ന് തിരിച്ചയക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലിയതിൻ്റെ മഹത്വം കാരണമായിക്കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബിയോട് സങ്കടം പറഞ്ഞു. സുബ്ഹി ആയപ്പോഴേക്ക് വലിയ പണക്കാരനായി മാറിയ ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും ഈ ദിക്ർ നമുക്ക് ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. അല്ലാഹു തആല പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ഈ ദിക്ർ നമുക്ക് ഉപകാരമാണ്. ജീവിതത്തിൽ പകർത്തുക, നിലനിർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.